Urcreation's Rekha's Kitchenലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ഈസി ആൻഡ് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു അവലുപ്മാവിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. നമുക്കിന്ന് അടിപൊളി ടേസ്റ്റിൽ എങ്ങനെയാണ് ഒരു അവിലുപ്മാവ് തയ്യാറാക്കണമെന്ന് നോക്കി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മെഷറിംഗ് കപ്പ് കൊണ്ട് 2 കപ്പ് അവിലാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ ഒരു ബ്രൗൺ കളറുള്ള അവിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അവൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു സ്ട്രെയിനറിൽ വെച്ചേക്കാണ്. ഇതിലെ ബാക്കിയുള്ള വെള്ളമൊക്കെ ഊർന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഇനി അടുത്തതായിട്ട് ഇവിടെ കുറച്ച് കടല എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കടലയാണുള്ളത്. അതൊന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ കടല വറുത്തെടുക്കാൻ. അതല്ലെങ്കിൽ കടല പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഉൾഭാഗം വേവുമില്ല, പെട്ടെന്ന് കരിയും ചെയ്യും. ഈ കടല നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു പാൻ ഗ്യാസ് സ്റ്റവിൽ വെക്കാം. അതിനുശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉപ്മാവ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് നല്ലത്. ഈ അവലുപ്മാവ് നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി കിട്ടട്ടെ. അടുത്തതായി ഇതിലേക്ക് 3 പച്ചമുളക് നെടുകീറിയത് ചേർത്ത് കൊടുക്കാം. 2 സവാള ചെറുതായിട്ട് നുറുക്കി വെച്ചതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആക്കണ്ട, നമ്മൾ നേരത്തെ ഇത് വറുത്ത് വെച്ചതാണ്. ഇതിലേക്ക് വാർത്ത് വെച്ചിരിക്കുന്ന അവിൽ ചേർത്ത് കൊടുക്കാം. അവിൽ വെള്ളമൊക്കെ വാറ്റിയിട്ട് നല്ല അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വേണം തീ വെക്കാൻ വേണ്ടിയിട്ട്. അവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിരുന്നു. അപ്പോൾ അത് കാരണം ഇപ്പോൾ വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആവുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ പുളി കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നിന് പകരം 2 ടീസ്പൂൺ ചേർത്താലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ നേരത്തെ ഇതിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിരുന്നു. പഞ്ചസാരയും ചെറുനാരങ്ങ നീരുമാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ആ രണ്ടും ചേർക്കുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അത് രണ്ടുമാണ് ഈ ഉപ്മാവിനെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്. വെജിറ്റബിൾസ് നല്ല ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ക്യാരറ്റും അതുപോലെ വേവിച്ച പൊട്ടാറ്റോയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, 5 മിനിറ്റ് നേരം മാത്രം മതി. മൂടി ഒന്ന് തുറന്നു കൊടുക്കാം. നമ്മുടെ അവിലുപ്മാവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഈ ഉപ്മാവിന്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോവുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.